അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ നമ്മുടെ ഈ ഒരു കമ്പനിയുടെ പേരെന്ന് പറയുന്നത് എൻട്രപ്പൾസ് ഡിജിറ്റൽ സൊല്യൂഷൻ എന്നാണ്. നമ്മുടെ ഓഫീസ് വരുന്നത് കൊച്ചിയിൽ പനമ്പള്ളി നഗറാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഓൺലൈനായിട്ടുള്ള ഒരു ഹെൽപ്പിംഗ് പ്ലാറ്റ്ഫോമാണ്. നമ്മൾ ഇവിടെ മണി മാത്രമല്ല നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾക്ക് നമ്മുടെ സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ കൂടി നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ ലിയോ ക്ലബ് എന്ന് പറയുന്ന ഒരു ആപ്പ് വഴിയാണ്, നമ്മുടെ കമ്പനി ആപ്പ് വഴിയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു ഇത് ഒരു ഓൺലൈൻ ഹെൽപ്പിംഗ് പ്ലാറ്റ്ഫോം ആണെന്നുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഹെൽപ്പിംഗ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നമ്മൾ ആർക്ക് ഹെൽപ്പ് കൊടുക്കണം, ആരിൽ നിന്ന് നമ്മൾ ഹെൽപ്പ് സ്വീകരിക്കണം എന്നൊക്കെയുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമ്മൾക്ക് ഈ ഒരു ലിയോ ക്ലബ് എന്ന് പറയുന്ന ആപ്പ് വഴി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്പനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫോൺ നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ ആപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏതൊരാൾക്കും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിലാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും എന്തെങ്കിലും നമുക്ക് വരികയാണെങ്കിൽ നമുക്ക് അവിടെ തന്നെ സപ്പോർട്ട് ബട്ടൺ പോലും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അതാണ് നമ്മുടെ കമ്പനി ആപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് നമ്മുടെ കമ്പനിയുടെ ലീഗൽ ഡോക്യുമെൻറ്റ്സ് ആണ്. നമ്മുടെ പാൻ കാർഡിൻ്റെ കാര്യങ്ങളും പിന്നെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി നമ്മുടെ കമ്പനിയുടേതായിട്ടുള്ള വിഷനൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മളിത് തികച്ചും ഒരു സാധാരണക്കാരെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് സാധാരണക്കാർക്ക്, ഇപ്പോൾ നമ്മൾക്കറിയാം ഇന്നത്തെ കാലത്തെന്ന് പറയുമ്പോൾ എന്തായാലും ഒരു എക്സ്ട്രാ വരുമാനം, നമ്മൾ ഒരു ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ കൂടി ഒരു എക്സ്ട്രാ വരുമാനം എന്നുള്ളത് നമ്മൾക്ക് അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ടാണ് എല്ലാവരും ഇപ്പോൾ ഒരു എക്സ്ട്രാ വരുമാനമുള്ള പ്ലാറ്റ്ഫോം തേടി പോകുന്നതും. ഇന്ന് നമ്മൾക്ക് ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണല്ലേ. നമ്മൾ അവിടെ നോക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമ്മൾ കാണാറുമുണ്ട്. അത് അത്രയും ആവശ്യക്കാർ ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് ഒരുപാട് ജോലി സാധ്യത എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. നമ്മുടെ കമ്പനിയിലോട്ട് വരുന്ന സമയത്ത് അവിടെ നമുക്ക് 100% വിശ്വസിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതായത് നമ്മളിവിടെ ചെയ്യുന്നത്, നമുക്കിവിടെ പ്രൊഡക്ട്സ് വിൽക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾക്കിവിടെ തികച്ചും നമ്മൾ പരസ്പരം സഹായിക്കുന്നു. നമ്മൾ കമ്പനിയിലേക്ക് കുറേ പണം കുറേ പണം ഇടുക, പിന്നെ അത് എന്നിട്ട് നമ്മൾക്ക് കമ്പനി നമ്മൾ ഓരോരുത്തർ ജോയിൻ ചെയ്യിപ്പിക്കുന്നതിനനുസരിച്ച് നമുക്ക് കമ്പനി തരാം. അങ്ങനെയുള്ള മണി ചെയിൻ ആ ഒരു സിസ്റ്റം കാര്യങ്ങളൊന്നും അല്ല ഇവിടെ. നമ്മളിവിടെ വ്യക്തികൾ പരസ്പരമാണ് എന്ത് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ ആരെയാണോ ഹെൽപ്പ് ചെയ്യേണ്ടത് ആ ഒരു വ്യക്തിയെ നേരിട്ടാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. കമ്പനിക്ക് കൊടുക്കേണ്ട എമൗണ്ട് മാത്രമാണ് നമ്മൾ കമ്പനിക്ക് കൊടുക്കുന്നുള്ളൂ. അത് മാത്രമല്ല, മറ്റുള്ള പ്ലാറ്റ്ഫോമുകളെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾക്കിവിടെ സാധാരണക്കാർക്ക് പറ്റിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അതായത് ചെറിയൊരു തുക മാത്രമാണ് നമ്മളിവിടെ ഈടാക്കുന്നുള്ളൂ. അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കിവിടെ ഹെൽപ്പ് മാത്രമല്ല, ഒരു ഹെൽപ്പിംഗ് പ്ലാറ്റ്ഫോം മാത്രമല്ല, നമ്മളിവിടെ ട്രെയിനിങ് പ്രോഗ്രാമുകളും കൂടി നമ്മൾക്കുണ്ട്. അത് ഓൺലൈനായിട്ടുണ്ടാവും, ഓഫ്ലൈനായിട്ടും ഉണ്ടാവും. അത് നമ്മുടെ സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ, ബിസിനസ് പ്രോഗ്രാമുകൾ, മൈൻഡ് പ്രോഗ്രാമുകൾ, അങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാമുകളും കൂടി ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി ഇൻകത്തിലോട്ട് വരുന്ന സമയത്ത് ഈ ട്രെയിനിങ് പ്രോഗ്രാമുകൾ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഇൻകത്തിലോട്ട് വരുന്ന സമയത്ത് നമ്മൾക്കിവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു സമയം നമുക്ക് 4 രീതിയിൽ വരെ നമ്മൾക്ക് വരുമാനം വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത. അതായത് നമ്മൾക്കിവിടെ 3 ക്ലബ് ഇൻകം ഉണ്ട്, പിന്നെ നമുക്ക് സ്പോൺസർ ഇൻകം അല്ലെങ്കിൽ റെഫറൽ ഇൻകം അതും കൂടി നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു 3 ക്ലബ് ഇൻകത്തിലൂടെയും സ്പോൺസർ ഇൻകം, ഇങ്ങനെ 4 രീതിയിൽ നമ്മൾക്ക് ഒരേ സമയം വരുമാനം വാങ്ങാൻ പറ്റും. 3 ക്ലബ് ഇൻകത്തിനും ഓരോ പേരുകളുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്ലബ്ബ് എന്ന് പറയുന്നത് മാസ്റ്റർ ക്ലബ്ബാണ്. ഇവിടെ 7 സ്റ്റേജസ് ആണുള്ളത്. വിബ്ജിയർ എന്ന് പറഞ്ഞിട്ട് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, ഇങ്ങനെ 7 സ്റ്റേജസ് ആണ് ഈ ഒരു മാസ്റ്റർ ക്ലബ്ബിലുള്ളത്. ഈ ഒരു ക്ലബിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ടീം ഡെവലപ്പ് ആകുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾക്കിവിടെ വരുമാനം വരുന്നത്. ഓക്കെ, നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ട കാര്യം, അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യം ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന്
300 രൂപ അടക്കുന്നുണ്ട്. അത് കൂടാതെ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് 2 ആൾക്കാരെ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമാക്കേണ്ടതുമുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഏതൊരു വ്യക്തി സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ വേറെ ഒന്നും ചെയ്യാനില്ല. ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്കിവിടെ നമ്മുടെ ടീം ഡെവലപ്പ് ആവുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾക്കിവിടെ വരുമാനം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇനി രണ്ടാമത്തെ ക്ലബ് എന്ന് പറയുന്നത് സ്റ്റാർ ക്ലബ്ബ്. ഓക്കെ, ഈ സ്റ്റാർ ക്ലബ്ബിലും 7 സ്റ്റേജസ് തന്നെയാണ് ഉള്ളത്. ഇതെന്ന് പറയുന്നത് ഒരു ഓട്ടോപോൾ സിസ്റ്റമാണ്. ഈ മാസ്റ്റർ ക്ലബിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ സ്റ്റാർ ക്ലബിൻ്റെ കാര്യങ്ങളും എങ്ങനെയാണ് ഇൻകം വരുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. മൂന്നാമത്തെ ക്ലബ്ബാണ് ക്രൗൺ ക്ലബ്ബ്. ഇതും ഒരു ഓട്ടോപോൾ സിസ്റ്റമാണ്. അതിൻ്റെ കാര്യങ്ങളും പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഉള്ളതാണ് നമ്മുടെ 4ാമത്തെ വരുമാനം കിട്ടുന്ന ഒരു വഴിയാണ് സ്പോൺസർ ഇൻകം അല്ലെങ്കിൽ റെഫറൽ ഇൻകം എന്ന് പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞു നമ്മളിവിടെ ചെയ്യേണ്ട 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നമ്മൾ 300 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് അടക്കുന്നുണ്ട്. രണ്ട് വ്യക്തികളെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിലൂടെയാണ് നമുക്ക് സ്പോൺസറിങ് കിട്ടുന്നത്. നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് 2ൽ കൂടുതൽ എത്ര ആളുകളെ വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാം. അതിനനുസരിച്ച് നമുക്ക് സ്പോൺസറിങ്ങും കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെയാണോ നമ്മൾ ആരുടെ റെഫറൽ ഐ ഡി ഉപയോഗിച്ചിട്ടാണോ കയറുന്നത് ആളായിരിക്കും നമ്മുടെ സ്പോൺസർ ഉണ്ടാവുക. അതായത് നമ്മുടെ റെഫറൽ ഐ ഡി ഉപയോഗിച്ച് കയറുന്ന ആളുകളുടെ സ്പോൺസറാണ് നമ്മൾ. ഓക്കെ, അപ്പോൾ അവർ ഓരോ സ്റ്റേജിലായിട്ട് സ്പോൺസർക്ക് ഒരു എമൗണ്ട് കൊടുക്കാനുണ്ടാവും. കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് ചെറിയൊരു തുക സ്പോൺസർക്ക് കൊടുക്കാനുണ്ടാവും. ആ ഒരു രീതിയിലാണ് നമ്മൾക്ക് സ്പോൺസറിങ് കിട്ടുക കേട്ടോ. ഓക്കെ, അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളും ഓരോ സ്റ്റേജിൽ എങ്ങനെയാണ് എമൗണ്ട് വരാമെന്നൊക്കെ ഉള്ളത് പറയാം. അപ്പോൾ ആദ്യത്തെ നമ്മുടെ ക്ലബ്ബാണ് മാസ്റ്റർ ക്ലബ്ബ്. ഈ മാസ്റ്റർ ക്ലബ്ബിൽ എങ്ങനെയാണ് വരുമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ 7 സ്റ്റേജസ് ആണുള്ളത്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. അപ്പോൾ നമ്മളിവിടെ ആദ്യം നമ്മുടെ കയ്യിൽ നിന്ന് 300 രൂപ അടക്കുന്നുണ്ട്. ഈ 300 രൂപയിൽ 100 രൂപ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾക്ക് എന്ത് ചെയ്യണം, ജോയിൻ ചെയ്യണമെങ്കിൽ ആദ്യം രജിസ്റ്റർ ചെയ്യണം അല്ലേ. അപ്പോൾ അങ്ങനെ കമ്പനിയിലേക്ക് 100 രൂപ കൊടുത്തിട്ടാണ് നമ്മളിവിടെ രജിസ്റ്റർ ചെയ്യുന്നത്. അതാണ് 300 രൂപയിൽ 100 രൂപ എന്ന് പറയുന്നത്. പിന്നെ 100 രൂപ നമ്മൾ ആരുടെ റെഫറൽ വെച്ചിട്ടാണോ കയറിയത്, അതായത് നമ്മൾക്കൊരു സ്പോൺസർ ഉണ്ടാവുമല്ലോ, ആൾക്കാണ് നമ്മൾ 100 രൂപ കൊടുക്കുന്നത്. പിന്നെയുള്ള 100 രൂപ എന്ന് പറയുന്നത് നമ്മൾ ആരുടെ കീഴിലാണോ പ്ലേസ് ആയിട്ടുള്ളത്, അതായത് നമ്മുടെ തൊട്ട് മുകളിലുള്ള വ്യക്തി ആരാണോ ആൾക്കാണ് നമ്മൾ 100 രൂപ കൊടുക്കുന്നത്. അതിപ്പോൾ നമ്മുടെ സ്പോൺസർ ആവാം, അല്ലെങ്കിൽ നമ്മുടെ സ്പോൺസറിൻ്റെ ടീമിലുള്ള വേറെ ഏതെങ്കിലും മെമ്പർ ആവാം. അങ്ങനെയാണ് നമ്മൾ 300 രൂപ കൊടുക്കുക. ഈ 300 രൂപ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടെ നമ്മൾ ഉണ്ടാവുക വയലറ്റ് സ്റ്റേജിലാണ്. മാസ്റ്റർ ക്ലബ്ബിലെ ആദ്യത്തെ സ്റ്റേജായ വയലറ്റ് സ്റ്റേജിലാണ് ഉണ്ടാവുക. ഈ ഒരു സ്റ്റേജിൽ നമ്മൾക്ക് 2 വ്യക്തികൾ, നമ്മൾക്ക് ശേഷം വരുന്ന നമ്മുടെ തൊട്ട് കീഴിൽ പ്ലേസ് ആവുന്ന 2 വ്യക്തികൾ, അത് ചിലപ്പോൾ നമ്മൾ കൊണ്ടുവന്ന വ്യക്തികളാവാം, അല്ലെങ്കിൽ നമ്മുടെ ടീമിലുള്ള ആരെങ്കിലും കൊണ്ടുവന്നിട്ട് നമ്മുടെ കീഴിൽ പ്ലേസ് ആയിട്ടുള്ള വ്യക്തിയാവാം. അങ്ങനെ പറയാനുള്ള കാരണം നമ്മൾ എന്തായാലും 2 ആൾക്കാരെ കൊണ്ടുവരുന്നത് നിർബന്ധമാണ്. എന്നാൽ നമ്മൾ 2 ആൾക്കാരെ കൊണ്ടുവന്നാലേ നമുക്ക് വരുമാനം കിട്ടൂ എന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. നമ്മൾക്ക് 2 ആൾക്കാരെ കൊണ്ടുവരുന്നതിന് മുൻപേ നമ്മൾക്കൊരു ടൈം പീരീഡ് ഉണ്ട്. അതിനുള്ളിൽ നമ്മൾ എന്തായാലും 2 ആൾക്കാരെ കൊണ്ടുവരേണ്ടതുണ്ട്. പക്ഷേ അതിന് മുൻപേ നമ്മൾ ജോയിൻ ചെയ്തു, വേറെ നമ്മുടെ ടീമിലുള്ള നമ്മുടെ മുകളിലുള്ള വ്യക്തികൾ ആരെങ്കിലും കൊണ്ടുവന്നിട്ട് നമ്മുടെ കയ്യിൽ ആരെങ്കിലും പ്ലേസ് ആവുകയാണെങ്കിൽ നമ്മൾക്ക് അപ്പോൾ തന്നെ വരുമാനം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളോ നമ്മളുടെ ടീമിലുള്ള ആരെങ്കിലും കൊണ്ടുവന്നിട്ട് 2 ആൾക്കാർ നമ്മുടെ കയ്യിൽ പ്ലേസ് ആവുന്ന സമയത്ത് അവർ തരുന്ന ഓരോ 100 രൂപ, നമ്മൾ ഹെൽപ്പ് കൊടുത്തതുപോലെ, നമ്മൾ ആരുടെ കയ്യിലാണ് പ്ലേസ് ആയത് അവർക്ക് ഹെൽപ്പ് കൊടുത്തതുപോലെ ഈ 2 വ്യക്തികൾ ഹെൽപ്പ് തരുന്നത് നമ്മൾക്കായിരിക്കും. അങ്ങനെ 2 വ്യക്തികളിൽ നിന്നായിട്ട് 100 ടോട്ടൽ 200 രൂപയായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 200 രൂപ നമ്മൾ സ്റ്റേജ് അപ്ഗ്രേഡിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റേജ് അപ്ഗ്രേഡിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ നിലവിൽ വയലറ്റ് സ്റ്റേജിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ഇൻഡിഗോ സ്റ്റേജിലുള്ള വരുമാനം വാങ്ങണമെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ ഈ സ്റ്റേജ് എന്ത് ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ സ്റ്റേജ് അപ്ഗ്രേഡ് ചെയ്യാൻ എന്ത് ചെയ്തു, 200 ഹെൽപ്പായിട്ട് കൊടുത്തു. ഈ അപ്ഗ്രേഡിന് കൊടുക്കുന്നതൊക്കെ നമ്മുടെ ടീമിലുള്ള ആളുകൾക്ക് ഹെൽപ്പായിട്ട് കൊടുക്കുന്ന എമൗണ്ടാണ്. അങ്ങനെ 200 അപ്ഗ്രേഡിന് കൊടുത്തിട്ട് നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇൻഡിഗോ സ്റ്റേജിൽ, 2ാമത്തെ സ്റ്റേജിൽ നമ്മൾക്ക് പിന്നെ ഈ ആദ്യത്തെ സ്റ്റേജിൽ ഒരു കാര്യം പറയാം. നമ്മൾ 200 നമുക്ക് ടോട്ടൽ കിട്ടുന്നത്. ആ 200 നമ്മൾ സ്റ്റേജ് അപ്ഗ്രേഡിന് കൊടുത്തു. ഇവിടെ നമ്മൾക്ക് ഇൻകം വരും. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നമ്മൾ 2 ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ ആ ഒരു സ്പോൺസറിംഗ് ആയിട്ട് നമ്മൾക്ക് 200 രൂപ നമ്മൾക്ക് ഇൻകമായിട്ട് കിട്ടും.
ഓക്കെ, കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഹെൽപ്പ് കിട്ടിയിട്ടുള്ള 200 നമ്മൾ സ്റ്റേജ് അപ്ഗ്രേഡിന് വേണ്ടിയിട്ട് കൊടുക്കും. അതാണ് ഇവിടെ സംഭവിക്കുക കേട്ടോ. ഇനി രണ്ടാമത്തെ ഇൻഡിഗോ സ്റ്റേജിൽ നമ്മൾക്ക് 4 വ്യക്തികളിൽ നിന്നാണ് 200 രൂപ കിട്ടുക. അങ്ങനെ ടോട്ടൽ 800 രൂപ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മളിവിടെ സ്റ്റേജ് അപ്ഗ്രേഡ് ചെയ്യാൻ നമ്മൾ 400 രൂപ കൊടുത്തു. നമ്മുടെ സ്പോൺസർക്ക് നമ്മൾ ആരുടെ റെഫറൽ ഐ ഡി ഉപയോഗിച്ചിട്ടാണോ കയറിയത് ആൾക്ക് 100 രൂപ കൊടുത്തു. നമ്മുടെ പ്ലാറ്റ്ഫോം മെയിൻ്റനൻസ് ചാർജ് ആയിട്ട് നമ്മൾ കമ്പനിക്ക് 100 രൂപ കൊടുത്തു. അപ്പോൾ ഈ ഒരു സ്റ്റേജിലുള്ള നമ്മുടെ വരുമാനം എന്ന് പറയുന്നത് 200 രൂപ ആയിരിക്കും നമ്മളുടെ ഇൻകമായിട്ട് നമുക്ക് ഉണ്ടാവുക. ഇനി ബ്ലൂ സ്റ്റേജിലാണെങ്കിൽ മൂന്നാമത്തെ സ്റ്റേജിൽ 8 വ്യക്തികളിൽ നിന്നായിട്ട് 400 രൂപ, ടോട്ടൽ നമുക്ക് 3200 രൂപയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ സ്റ്റേജ് അപ്ഗ്രേഡിന് വേണ്ടിയിട്ട് നമ്മൾ 1000 രൂപ കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്പോൺസർക്ക് നമ്മൾ 1000 രൂപ കൊടുക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോം മെയിൻ്റനൻസ് ചാർജായിട്ട് നമ്മുടെ സ്പോൺസർക്ക് 300 രൂപ കൊടുക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോം മെയിൻ്റനൻസ് ചാർജായിട്ട് നമ്മൾ 300 രൂപ കമ്പനിക്ക് കൊടുക്കുന്നുണ്ട്. ക്ലബ്ബ് ഫണ്ടായിട്ട് നമ്മൾ 400 രൂപ നമ്മുടെ കമ്പനിക്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കമ്പനിയിൽ നമുക്ക് ഈ ഒരു ഇൻകം മാത്രമല്ല, നമ്മൾ ഒരുപാട് ഓഫ്ലൈനായിട്ടും ഓൺലൈനുമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളും കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അതുപോലെ നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പോലുള്ള കോഴ്സുകൾ, ഒരുപാട് യാത്രകളൊക്കെ ഈ ഒരു കമ്പനിയുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലബ്ബ് ഫണ്ടായിട്ട് നമ്മൾ 400 രൂപ കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു സ്റ്റേജിലുള്ളൊരു പ്രത്യേകതയാണ് നമ്മളിവിടെ ഓട്ടോപോളിലേക്ക് 200 രൂപ അടക്കുന്നു എന്നുള്ളത്. ഈ ഓട്ടോപോളിലേക്ക് 200 അടക്കുന്നതോട് കൂടെ നമ്മൾ 2 ആൾക്കാരെ കൊണ്ടുവന്ന വ്യക്തിയാണ് എങ്കിൽ രണ്ടാമത്തെ ക്ലബ്ബായ സ്റ്റാർ ക്ലബ്ബിലേക്ക് നമ്മൾ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അതിലുള്ള ഇൻകം എങ്ങനെയാണ് വരാമെന്നൊക്കെ ഉള്ളത് കറക്റ്റ് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്ലൂ സ്റ്റേജിലുള്ള നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് 1000 രൂപയാണ്. ഇനി നാലാമത്തെ സ്റ്റേജായ ഗ്രീൻ സ്റ്റേജിൽ 16 വ്യക്തികളിൽ നിന്നായിട്ട് 1000 രൂപ, അങ്ങനെ ടോട്ടൽ 16,000 ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ സ്റ്റേജ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2000 രൂപ ഹെൽപ്പ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്പോൺസർക്ക് നമ്മൾ 1000 കൊടുക്കുന്നുണ്ട്. പിന്നെ പ്ലാറ്റ്ഫോം മെയിൻ്റനൻസ് ചാർജായിട്ട് 1400 2 തവണകളായിട്ട് നമ്മൾ അടക്കുന്നുണ്ട്. 1000-ന് മുകളിലുള്ള തുകയൊക്കെ നമ്മൾ എത്രയാണോ ഉള്ളത് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ തവണകളായിട്ടായിരിക്കും കമ്പനിയിലേക്ക് നമുക്ക് കൊടുക്കുക കേട്ടോ. പിന്നെ ക്ലബ്ബ് ഫണ്ടായിട്ട് നമ്മൾ 1400 2 തവണകളായിട്ട് അടക്കുന്നുണ്ട്. ഇവിടെയും ഈ ഒരു ഗ്രീൻ സ്റ്റേജിലുള്ള ഒരു പ്രത്യേകതയാണ് നമ്മൾ ഓട്ടോപോളിലേക്ക് 2000 അടക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഓട്ടോപോളിലേക്ക് 2000 അടക്കുന്നതോട് കൂടെ നമ്മൾ മൂന്നാമത്തെ ക്ലബ്ബായ ക്രൗൺ ക്ലബ്ബിലേക്കും കൂടി ജോയിൻ ചെയ്യും. അപ്പോൾ ഒരേ സമയം നമ്മൾക്ക് മാസ്റ്റർ ക്ലബ്ബിലുള്ള വരുമാനം കിട്ടും, സ്റ്റാർ ക്ലബ്ബിൽ ജോയിൻ ചെയ്തതുകൊണ്ട് അതിലുള്ള വരുമാനം കിട്ടും, ക്രൗൺ ക്ലബ്ബിൽ ഇപ്പോൾ ജോയിൻ ചെയ്തു അപ്പോൾ ഇനി അതിലുള്ള വരുമാനവും സ്റ്റാർട്ടാവും. അതുപോലെ തന്നെ ഓരോ സ്റ്റേജിലായിട്ട് നമുക്ക് സ്പോൺസറിങ്ങും കൂടി കിട്ടും. അങ്ങനെ 4 രീതിയിലുള്ള വരുമാനവും നമുക്ക് സ്റ്റാർട്ടാവും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾക്ക് കിട്ടുന്ന ഈ ഒരു ഗ്രീൻ സ്റ്റേജിൽ നമുക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് 8200 രൂപയാണ്. ഇനി യെല്ലോ സ്റ്റേജിലാണെങ്കിൽ 32 വ്യക്തികളിൽ നിന്നായിട്ട് 2000 രൂപ, ടോട്ടൽ 64,000 രൂപയായിരിക്കും നമുക്ക് കിട്ടുക. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ സ്റ്റേജ് അപ്ഗ്രേഡ് ചെയ്യാൻ 5000, നമ്മൾ പ്ലാറ്റ്ഫോം മെയിൻ്റനൻസ് ചാർജായിട്ട് നമ്മൾ 5000 കൊടുക്കുന്നുണ്ട്. ക്ലബ്ബ് ഫണ്ടായിട്ട് 5000 കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്പോൺസർക്ക് നമ്മൾ 5000 കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിലുള്ള നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് 44,000 രൂപയാണ്. ഇനി ഓറഞ്ച് സ്റ്റേജിൽ 64 വ്യക്തികളിൽ നിന്നായിട്ട് 5000 രൂപ. അപ്പോൾ ടോട്ടൽ നമ്മൾക്ക് 3,20,000 രൂപ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ സ്റ്റേജ് അപ്ഗ്രേഡ് ചെയ്യാൻ 10,000 രൂപ കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്പോൺസർക്ക് 20,000, ക്ലബ്ബ് ഫണ്ടായിട്ട് 20,000, പ്ലാറ്റ്ഫോം മെയിൻ്റനൻസ് ചാർജായിട്ട് 20,000 നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിലുള്ള നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് 2,50,000 രൂപയാണ് നമുക്ക് കിട്ടുക. ഇനി റെഡ് സ്റ്റേജിലാണെങ്കിൽ നമ്മുടെ മാസ്റ്റർ ക്ലബ്ബിലെ ലാസ്റ്റത്തെ സ്റ്റേജായ 7ാമത്തെ സ്റ്റേജായ റെഡ് സ്റ്റേജിൽ നമ്മൾക്ക് 128 വ്യക്തികളിൽ നിന്നായിട്ട് 10,000 രൂപ വെച്ചിട്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അങ്ങനെ 12,80,000 രൂപ നമ്മൾക്ക് ടോട്ടൽ കിട്ടുന്ന സമയത്ത് നമ്മളിവിടെ നമ്മുടെ സ്പോൺസർക്ക് 30,000, പ്ലാറ്റ്ഫോം മെയിൻ്റനൻസ് ചാർജായിട്ട് 25,000, ക്ലബ്ബ് ഫണ്ടായിട്ട് 25,000 നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിലുള്ള നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് 12 ലക്ഷം രൂപയാണ്. അപ്പോൾ ടോട്ടൽ നമ്മൾക്ക് ഈ ഒരു മാസ്റ്റർ ക്ലബ്ബിൽ നിന്ന് മാത്രമായിട്ട് നമ്മൾ കൊടുത്ത ഹെൽപ്പിനനുസരിച്ച് നമുക്ക് മാസ്റ്റർ ക്ലബ്ബിൽ നിന്ന് മാത്രമായിട്ട് നമ്മൾ ടോട്ടൽ നമ്മൾക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ നമുക്ക് വരുന്ന 16,84,200 രൂപയാണ് നമുക്ക് കിട്ടുക. ഇതിൽ നമ്മൾക്ക് ഇൻകമായിട്ട് നമുക്ക് കിട്ടുന്നത് നമ്മുടെ എക്സ്പെൻസൊക്കെ കഴിഞ്ഞതിന് ശേഷം, നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇൻകമായിട്ട് കിട്ടുന്നത് 15,03,400 രൂപയാണ് നമ്മൾക്ക് ഇൻകമായിട്ട് കിട്ടുക.
ഓക്കെ, ഇനി രണ്ടാമത്തെ ക്ലബ്ബായ സ്റ്റാർ ക്ലബ്ബിൽ എങ്ങനെയാണ് വരുമാനം വരുന്നതെന്ന് നോക്കാം. നമ്മൾ മാസ്റ്റർ ക്ലബ്ബിൽ മൂന്നാമത്തെ സ്റ്റേജിൽ അല്ലേ, നമ്മുടെ ബ്ലൂ സ്റ്റേജിൽ നമ്മൾ ഓട്ടോപ്പോളിലേക്ക് 200 അടച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റാർ ക്ലബ്ബിലേക്ക് കയറുന്നത്. ഈ ഒരു സ്റ്റാർ ക്ലബ്ബിൻ്റെ പ്രത്യേകത ഞാൻ ആദ്യം പറഞ്ഞു, ഇതൊരു ഓട്ടോപോൾ സിസ്റ്റമാണ്. അതായത് നമ്മൾക്ക് ശേഷം, നമ്മൾ ഇതിലേക്ക് കയറിയതിന് ശേഷം നമുക്ക് ശേഷം വരുന്ന വ്യക്തി ആരും ആയിക്കോട്ടെ, ഏത് ടീമിലുള്ള മെമ്പർ ആയിക്കോട്ടെ, നമുക്ക് ശേഷം വരുന്ന ആളുകളൊക്കെ നമ്മുടെ താഴെയായിട്ടാണ് വരിക. അവരേതെങ്കിലും ഒരു സ്റ്റേജിൽ നമുക്ക് വരുമാനം തരാനും ഉണ്ടാവും. അങ്ങനെ നമ്മൾ 200 അടച്ച് ഇതിലേക്ക് ജോയിൻ ചെയ്തതുപോലെ നമ്മൾക്ക് ശേഷം ജോയിൻ ചെയ്യുന്ന 2 വ്യക്തികൾ 200 വെച്ചിട്ട് തരുന്നത് നമ്മൾക്കായിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റാർ ക്ലബ്ബിൽ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾക്ക് 2 വ്യക്തികളിൽ നിന്നായിട്ട് 200 രൂപയാണ് കിട്ടുന്നത്. ഈ ഒരു സ്റ്റാർ ക്ലബ്ബിലും 7 സ്റ്റേജസ് തന്നെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഈ ആദ്യത്തെ സ്റ്റേജിൽ ടോട്ടൽ 400 നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മളിവിടെ സ്റ്റേജ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 200 നമ്മൾ കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള 200 എന്ന് പറയുന്നത് നമ്മുടെ ഇൻകാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേജിലാണെങ്കിൽ 4 വ്യക്തികളിൽ നിന്നായിട്ട് 200 രൂപ, ടോട്ടൽ 800 രൂപയായിരിക്കും നമുക്ക് കിട്ടുക. ഇവിടെ നമ്മൾ സ്റ്റേജ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 400 രൂപ നമ്മൾ കൊടുക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോം മെയിൻ്റനൻസ് ചാർജ് ആയിട്ട് 100 രൂപ നമ്മൾ കൊടുക്കുന്നുണ്ട്. ക്ലബ്ബ് ഫണ്ടായിട്ട് 100 രൂപ. നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് 200 രൂപയാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേജിലാണെങ്കിൽ 8 വ്യക്തികളിൽ നിന്നായിട്ടാണ് 400 രൂപ നമുക്ക് കിട്ടുക. അങ്ങനെ ടോട്ടൽ 3200 രൂപ നമുക്ക് കിട്ടുന്ന സമയത്ത് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ സ്റ്റേജ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 1000 രൂപ കൊടുക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോം മെയിൻ്റനൻസ് ചാർജ് ആയിട്ട് 350, ക്ലബ്ബ് ഫണ്ടായിട്ട് 350 നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിലുള്ള നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് 1500 രൂപയാണ്. ഇനി നാലാമത്തെ സ്റ്റേജിലാണെങ്കിൽ 16 വ്യക്തികളിൽ നിന്നായിട്ട് 1000 രൂപ, ടോട്ടൽ 16000 രൂപയാണ് നമുക്ക് കിട്ടുക. ഇവിടെ നമ്മൾ സ്റ്റേജ് അപ്ഗ്രേഡ് ചെയ്യാൻ 5000, പ്ലാറ്റ്ഫോം മെയിൻ്റനൻസ് ചാർജ് ആയിട്ട് 1500, ക്ലബ്ബ് ഫണ്ടായിട്ട് 1500 കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിലുള്ള നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് 8000 രൂപയാണ് കേട്ടോ. ഇനി അഞ്ചാമത്തെ സ്റ്റേജിലാണെങ്കിലും 32 വ്യക്തികളിൽ നിന്നായിട്ടാണ് നമ്മൾക്ക് 5000 രൂപ വെച്ച് കിട്ടുക. ഓക്കെ, അങ്ങനെ ടോട്ടൽ 1,60,000 രൂപ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ സ്റ്റേജ് അപ്ഗ്രേഡ് ചെയ്യാൻ 10,000, പ്ലാറ്റ്ഫോം മെയിൻ്റനൻസ് ചാർജ് ആയിട്ട് 10,000, ക്ലബ്ബ് ഫണ്ടായിട്ട് 10,000 നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിലുള്ള നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് 1,30,000 രൂപയാണ്. ഇനി ആറാമത്തെ സ്റ്റേജിലാണെങ്കിൽ 64 വ്യക്തികളിൽ നിന്നാണ് നമ്മൾക്ക് 10,000 രൂപ വെച്ച് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ ഒരു നമുക്ക് ടോട്ടൽ നമുക്ക് 6,40,000 രൂപ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മളിവിടെ സ്റ്റേജ് അപ്ഗ്രേഡ് ചെയ്യാൻ 20,000, പ്ലാറ്റ്ഫോം മെയിൻ്റനൻസ് ചാർജ് ആയിട്ട് 20,000, ക്ലബ്ബ് ഫണ്ടായിട്ട് 20,000 കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിലുള്ള നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് 5,80,000 രൂപയാണ് നമ്മൾക്ക് ഇൻകായിട്ട് കിട്ടുക. ഓക്കെ, ഇനി നമ്മുടെ സ്റ്റാർ ക്ലബ്ബിലെ ലാസ്റ്റത്തെ സ്റ്റേജായ 7ാമത്തെ സ്റ്റേജിൽ 128 വ്യക്തികളിൽ നിന്നാണ് നമ്മൾക്ക് 20,000 രൂപ വെച്ച് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ ടോട്ടൽ 25,60,000 രൂപ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മളിവിടെ പ്ലാറ്റ്ഫോം മെയിൻ്റനൻസ് ചാർജ് ആയിട്ട് 30,000 കൊടുക്കുന്നുണ്ട്, ക്ലബ്ബ് ഫണ്ടായിട്ട് 30,000 കൊടുക്കുന്നുണ്ട്. ലാസ്റ്റത്തെ സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് സ്റ്റേജ് അപ്ഗ്രേഡ് ഒന്നുമില്ല. ഓക്കെ, ഈ ഒരു സ്റ്റേജിലുള്ള നമ്മുടെ ഇൻകം എന്ന് പറയുന്നത്, ഈ ഒരു 7ാമത്തെ സ്റ്റേജിലുള്ള നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് 25 ലക്ഷം രൂപയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ടോട്ടൽ നമ്മൾക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റാർ ക്ലബ്ബിൽ നിന്ന് മാത്രമായിട്ട് 33,80,400 രൂപ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് എക്സ്പെൻസ് ഉണ്ട് അല്ലേ, നമ്മൾ സ്റ്റേജ് അപ്ഗ്രേഡിന് കൊടുക്കുന്നുണ്ട്, പ്ലാറ്റ്ഫോം മെയിൻ്റനൻസ് ചാർജ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, ക്ലബ്ബ് ഫണ്ടായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു എക്സ്പെൻസൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾക്ക് ഇൻകായിട്ട് കിട്ടുന്നതെന്ന് പറയുന്നത് 32,19,900 രൂപയാണ് ഈ ഒരു സ്റ്റാർ ക്ലബ്ബിൽ നിന്ന് മാത്രമായിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്ലബ്ബായ ക്രൗൺ ക്ലബ്ബിൽ എങ്ങനെയാണ് വരുമാനം എന്ന് പറയാം. ഇതും നമ്മുടെ സ്റ്റാർ ക്ലബ്ബ് പോലെ തന്നെ ഒരു ഓട്ടോപോൾ സിസ്റ്റമാണ്. ഇവിടെയും നമ്മൾക്ക് ശേഷം ഏത് ടീമിലുള്ള മെമ്പർ ആയിക്കോട്ടെ, നമുക്ക് ശേഷം വരുന്നവരൊക്കെ നമ്മുടെ താഴെയായിട്ടാണ് വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ മാസ്റ്റർ ക്ലബ്ബിലെ 4ാമത്തെ സ്റ്റേജിൽ 2000 രൂപ അടച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ക്രൗൺ ക്ലബ്ബിലേക്ക് ജോയിൻ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾക്ക് ശേഷം ജോയിൻ ചെയ്യുന്ന 2 വ്യക്തികൾ 2000 രൂപ തരുന്നത് നമ്മൾക്കായിരിക്കും തരാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ ഒരു ആദ്യത്തെ സ്റ്റേജിൽ, സിൽവർ സ്റ്റേജിൽ, നമ്മുടെ ക്രൗൺ ക്ലബ്ബിൽ 6 സ്റ്റേജസ് ആണ് കേട്ടോ ഉള്ളത്. അതിൽ ആദ്യത്തെ സ്റ്റേജാണ് സിൽവർ. അപ്പോൾ ഈ ഒരു സിൽവർ സ്റ്റേജിൽ 2 വ്യക്തികളിൽ നിന്നായിട്ട് 2000 രൂപ, ടോട്ടൽ 4000 രൂപയായിരിക്കും നമ്മൾക്ക് കിട്ടുക. ഇവിടെ നമ്മൾ സ്റ്റേജ് അപ്ഗ്രേഡ് ചെയ്യാൻ 2000 കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിലുള്ള നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് 2000 രൂപയാണ് കേട്ടോ. ഈ രണ്ടാമത്തെ സ്റ്റേജായ ഗോൾഡിൽ നമ്മൾക്ക് 4 വ്യക്തികളിൽ നിന്നായിട്ട് 2000 രൂപയാണ് കിട്ടുക. അങ്ങനെ ടോട്ടൽ 8000 രൂപ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മളിവിടെ സ്റ്റേജ് അപ്ഗ്രേഡ് ചെയ്യാൻ 4000 കൊടുക്കുന്നുണ്ട്. നമ്മുടെ പ്ലാറ്റ്ഫോം മെയിൻ്റനൻസ് ചാർജ് ആയിട്ട് 500, ക്ലബ്ബ് ഫണ്ടായിട്ട് 500 നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിലുള്ള നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് 3000 രൂപയാണ് നമുക്ക് കിട്ടുക.
ഓക്കെ. ഇനി മൂന്നാമത്തെ സ്റ്റേജായ പ്ലാറ്റിനത്തിൽ 8 വ്യക്തികളിൽ നിന്നായിട്ടാണ് 4000 രൂപ നമുക്ക് കിട്ടുന്നത്. ഓക്കെ. അങ്ങനെ ടോട്ടൽ 32,000 രൂപ നമുക്ക് കിട്ടുന്ന സമയത്ത് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 5000 രൂപ പ്ലാറ്റ്ഫോം മെയിൻ്റെനൻസ് ചാർജായിട്ട്, 2500 ക്ലബ്ബ് ഫണ്ടായിട്ട് 2500 നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിലുള്ള നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് 22,000 രൂപയാണ് കേട്ടോ. ഇനി നാലാമത്തെ സ്റ്റേജായ ഡയമണ്ടിൽ 16 വ്യക്തികളിൽ നിന്നായിട്ട് 5000 രൂപയാണ് നമുക്ക് കിട്ടുക. ഓക്കെ. അങ്ങനെ ടോട്ടൽ നമുക്ക് 80,000 രൂപയാണ് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ സ്റ്റേജ് അപ്ഗ്രേഡ് ചെയ്യാൻ 10,000 രൂപ കൊടുക്കുന്നുണ്ട്. പ്ലാറ്റ്ഫോം മെയിൻ്റെനൻസ് ചാർജായിട്ട് 10,000, ക്ലബ്ബ് ഫണ്ടായിട്ട് 10,000 നമ്മൾ കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിലുള്ള നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് 50,000 രൂപയാണ്. ഇനി നമ്മുടെ അഞ്ചാമത്തെ സ്റ്റേജായ റോയൽ സ്റ്റേജിൽ 32 വ്യക്തികളിൽ നിന്നായിട്ട് 10,000 രൂപയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് ടോട്ടൽ 3,20,000 രൂപ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മളിവിടെ സ്റ്റേജ് അപ്ഗ്രേഡ് ചെയ്യാൻ 20,000, പ്ലാറ്റ്ഫോം മെയിൻ്റെനൻസ് ചാർജായിട്ട് 15,000, ക്ലബ്ബ് ഫണ്ടായിട്ട് 15,000 കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിലുള്ള നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് 2,70,000 രൂപയാണ് നമുക്ക് കിട്ടുക. ഇനി ആറാമത്തെ സ്റ്റേജിൽ നമ്മുടെ ക്രൗൺ ക്ലബ്ബിലെ ലാസ്റ്റത്തെ സ്റ്റേജായ ആറാമത്തെ സ്റ്റേജിൽ ക്രൗൺ സ്റ്റേജിൽ നമുക്ക് കിട്ടുക 64 വ്യക്തികളിൽ നിന്നായിട്ട് 20,000 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ 12,80,000 രൂപ നമുക്ക് ടോട്ടൽ കിട്ടുന്ന സമയത്ത് നമ്മളിവിടെ പ്ലാറ്റ്ഫോം മെയിൻ്റെനൻസ് ചാർജായിട്ട് 25,000, ക്ലബ്ബ് ഫണ്ടായിട്ട് 25,000 കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഇൻകായിട്ട് എടുക്കുന്നത് 12,30,000 രൂപയായിരിക്കും നമുക്ക് ഇൻകായിട്ട് കിട്ടുക. ഓക്കെ. അപ്പോൾ ടോട്ടൽ നമ്മുടെ ഈ ക്രൗൺ ക്ലബ്ബിൽ നിന്ന് മാത്രമായിട്ട് നമുക്ക് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 17,24,000 രൂപയാണ് നമുക്ക് ടോട്ടൽ കിട്ടുക. ഈ ഒരു ക്ലബ്ബിൽ നിന്ന് നമ്മൾക്ക് സ്റ്റേജ് അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്, പ്ലാറ്റ്ഫോം മെയിൻ്റെനൻസ് ചാർജായിട്ട് കൊടുക്കേണ്ടതുണ്ട്, ക്ലബ്ബ് ഫണ്ടായിട്ട് കൊടുക്കേണ്ടതുണ്ട്, അങ്ങനെ കുറച്ച് എക്സ്പെൻസ് ഉണ്ട് അല്ലേ. ഇതൊക്കെ കഴിച്ചിട്ട് ഈ എക്സ്പെൻസൊക്കെ തീർത്തിട്ട് നമ്മൾക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് 15,27,000 രൂപയായിരിക്കും നമുക്ക് ഈ ഒരു ക്രൗൺ ക്ലബ്ബിൽ നിന്ന് മാത്രമായിട്ട് ടോട്ടൽ നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മാസ്റ്റർ ക്ലബ്ബിൽ നമ്മൾ പറഞ്ഞു നമുക്ക് ടോട്ടൽ കിട്ടുന്നത് 16,84,200 രൂപയാണ്. നമ്മുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 1,28,600 രൂപയാണ് നമ്മുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കഴിച്ചതിന് ശേഷം നമ്മൾക്ക് മാസ്റ്റർ ക്ലബ്ബിൽ നിന്ന് മാത്രമായിട്ട് കിട്ടുന്നത് 15,05,600 രൂപ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ക്ലബ്ബായ സ്റ്റാർ ക്ലബ്ബിൽ നിന്നാണെങ്കിൽ 33,80,400 രൂപയാണ് നമുക്ക് ടോട്ടൽ നമുക്ക് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ഇതിൽ നമ്മുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 1,60,500 രൂപ നമ്മുടെ എക്സ്പെൻസ് ആണ്. ഈ ഒരു എക്സ്പെൻസ് കഴിച്ചിട്ട് നമ്മുടെ ഇൻകം എന്ന് പറയുന്നത് 32,19,900 രൂപയാണ് നമ്മുടെ ഇൻകം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ക്ലബ്ബിലും അതുപോലെ തന്നെയാണ്. നമുക്ക് ടോട്ടൽ നമുക്ക് 17,24,000 രൂപ നമുക്ക് ടോട്ടൽ കിട്ടുന്നുണ്ട്. ഇവിടെ നമ്മുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് 1,40,45,000 രൂപയാണ്. ഈ ഒരു എക്സ്പെൻസ് കഴിച്ചതിന് ശേഷം നമ്മൾ ഇൻകായിട്ട് എടുക്കുന്നതെന്ന് പറയുന്നത് 15,20,000 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ പിന്നെ നമ്മുടെ സ്പോൺസർ ഇൻകം നമുക്ക് ഓരോ സ്റ്റേജിൽ നിന്നായിട്ട് നമ്മുടെ റെഫറലായിട്ട് ഉപയോഗിച്ച് കയറിയ ആളുകൾ അല്ലേ, നമ്മളാണ് അവരുടെ സ്പോൺസർ. അപ്പോൾ അവർ നമ്മൾക്ക് ഓരോ സ്റ്റേജിലായിട്ട് അവർ എമൗണ്ട് തരുന്നുണ്ട്. അങ്ങനെ നമ്മൾ 2 വ്യക്തികളെയാണ് കൊണ്ടുവന്നതെങ്കിൽ നമ്മൾക്ക് 1,13,000 രൂപ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ. ഇനി നമ്മൾ 2ൽ കൂടുതൽ ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു തുക നമുക്ക് സ്പോൺസർ ഇൻകം മാത്രമായിട്ട് വാങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ ടോട്ടൽ നമ്മൾ ഈ ഒരു രണ്ടാൾക്കാരെയാണ് കൊണ്ടുവന്നതെങ്കിൽ 2 വ്യക്തികളെ കൊണ്ടുവന്ന സ്പോൺസർ ഇൻകവും പിന്നെ 3 ക്ലബ് ഇൻകവും കൂടിയിട്ട് നമുക്ക് ടോട്ടൽ കിട്ടുന്ന ഒരു ഇൻകം എന്ന് പറയുന്നത് 67,88,600 രൂപയാണ് ടോട്ടൽ നമുക്ക് വരുന്ന എമൗണ്ട്. ഇതിൽ നമ്മൾക്കുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത് 4,86,100 രൂപയാണ് നമ്മുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഈ എക്സ്പെൻസ് കഴിച്ചതിന് ശേഷം നമ്മൾക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് ഈ 3 ക്ലബിൽ നിന്നും പിന്നെ 2 സ്പോൺസർ ഇൻകം അതും കൂടി 2 വ്യക്തികളുടെ സ്പോൺസർ ഇൻകം കൂടി കൂട്ടിയിട്ട് നമുക്ക് ടോട്ടൽ കിട്ടുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 64,15,500 രൂപയാണ് നമുക്ക് ടോട്ടൽ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മളാകെ ചിലവാക്കുന്നതെന്ന് പറയുന്നത് വെറും ഒരു 300 രൂപ മാത്രമാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കുന്നുള്ളൂ. പിന്നെ നമ്മൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ജോയിൻ ചെയ്യാൻ 18 വയസ്സായ ഏതൊരു വ്യക്തിക്കും, ജെൻസ് ആവട്ടെ ലേഡീസ് ആവട്ടെ ഏതൊരു വ്യക്തിക്കും ഇതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾക്ക് ഈ ഒരു സ്റ്റാർ ക്ലബിലേക്കൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് എല്ലാ വ്യക്തികൾക്കും പാൻ കാർഡൊക്കെ എന്തായാലും നിർബന്ധമാണ്. അപ്പോൾ പാൻ കാർഡും നമുക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മളുടെ ഇത് ഒരു ഹെൽപ്പിംഗ് പ്ലാറ്റ്ഫോമാണല്ലേ, നമ്മൾ അതുപോലെ സഹായം കൊടുക്കാനാണെങ്കിലും നമുക്ക് സഹായം സ്വീകരിക്കാനാണെങ്കിലും നമ്മൾക്കൊരു അക്കൗണ്ട് വേണം. അക്കൗണ്ട് ഉണ്ടായാലും മാത്രം പോരാ, നമുക്ക് ഗൂഗിൾ പേയോ ഫോൺ പേയോ പേടിഎമ്മോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഹെൽപ്പ് എമൗണ്ട് കൊടുക്കാനും സ്വീകരിക്കാനും പറ്റുള്ളൂ. അപ്പോൾ അതും നമുക്ക് നിർബന്ധമാണ്.
പിന്നെ അതുപോലെ നമ്മൾക്ക് ആധാർ കാർഡോ അല്ലെങ്കിൽ ID കാർഡോ അങ്ങനെ എന്തെങ്കിലും നമ്മൾക്ക് പ്രൂഫിന് വേണ്ടതുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളാകെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്നത് വെറും 300 രൂപ മാത്രമാണ്. ബാക്കിയൊക്കെ നമ്മൾക്ക് കിട്ടിയ ഇൻകത്തിൽ നിന്നാണ് നമ്മൾ ഹെൽപ്പ് കൊടുക്കുന്നതാണെങ്കിലും നമ്മൾ കമ്പനിക്ക് പ്ലാറ്റ്ഫോം മെയിൻ്റനൻസ് ചാർജായിട്ട് കൊടുക്കുന്നതാണെങ്കിലും ഒക്കെ നമ്മൾ ഹെൽപ്പായിട്ടാണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾക്ക് കമ്പനിയല്ല വരുമാനം തരുന്നത്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് വ്യക്തികളാണ് നമുക്ക് വരുമാനം തരുന്നത്. ഓക്കെ, നമ്മൾ വ്യക്തികൾക്ക് തന്നെയാണ് നമ്മളാണ് കൊടുക്കുന്നത്, നമ്മൾ വ്യക്തികളിൽ നിന്ന് എടുക്കും. നമ്മൾക്ക് ഈ ഒരു അവസരം, ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് കമ്പനി ഉണ്ടാക്കി തന്നു, നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്.